ഓക്കെ. ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. മൂന്ന് ക്ലാസ് ഞാൻ നേരത്തെ അത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ തിങ്കളാഴ്ചയാണ് നമുക്ക് അടുത്ത ക്ലാസ്, അതിൽ അമേരിക്കൻ റെവല്യൂഷൻ എടുക്കാം. ഇപ്രാവശ്യം ഞാൻ ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസത്തിൻ്റെ ഇത് എന്താ പറയുക, PPT പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ചെയ്ത് ഒരുപാട് ആയിപ്പോയി. ഒരു 28 സ്ലൈഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ 45 മിനിറ്റിനുള്ളിൽ ഇത്രയധികം പറഞ്ഞ് ആകെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് AI പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത്. ഒരു 10-11 സ്ലൈഡിൻ്റെ. ജസ്റ്റ് എന്തിനാണ് ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ഒക്കെ നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാപിറ്റലിസത്തിന്റെ ബേസിലും സോഷ്യലിസത്തിന്റെ ബേസിലും കമ്മ്യൂണിസത്തിന്റെ ബേസിലൊക്കെയാണ് വലിയ വലിയ റവല്യൂഷനും ചേഞ്ചസും നടക്കുന്നത്. നമുക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അമേരിക്കൻ റവല്യൂഷൻ ഒരു ക്യാപിറ്റലിസ്റ്റ് റവല്യൂഷൻ ആണ്. അമേരിക്കയിലെ റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഫ്രാൻസിൽ എടുക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ അവരൊരു എന്താ പറയുക, ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആവാനുള്ള ശ്രമങ്ങളും, അതേപോലെ തന്നെ പഴയ മൊണാർക്കിന്റെയും പഴയ യാഥാസ്ഥിതിക വർഗങ്ങളുണ്ടല്ലോ, ലോർഡ്സ്, പ്രഭു, മൊണാർക്കി, ഇവരുടെയൊക്കെ എന്താ പറയാ കൂട്ടാളികൾ, അവർ നോബിൾസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരുപാട് എന്താ പറയാ സംഘർഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു റെവല്യൂഷനാണ് ഫ്രാൻസിൽ പഠിക്കുന്നതെങ്കിലും കൂടി 1781 മുതൽ 1871 വരെ അവിടെ 5 റെവല്യൂഷനുകൾ നടന്നു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഈ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും ഡെമോക്രസിയുടെയും പലതരത്തിലുള്ള കോമ്പിനേഷന്റെ എക്സ്പെരിമെന്റ്സ് യൂറോപ്പ് ആകമാനം നടക്കുകയും ഫ്രാൻസിൽ പ്രത്യേകിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഐഡിയോളജി വെച്ചിട്ടാണ് അവിടുത്തെ എല്ലാ ഹിസ്റ്ററിയും മുന്നോട്ട് പോകുന്നത്. പിന്നെ കമ്മ്യൂണിസം നമുക്ക് പഠിക്കാനുള്ള 2 റവല്യൂഷൻ കമ്മ്യൂണിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്, ചൈനീസ് റവല്യൂഷനും റഷ്യൻ റവല്യൂഷനും. ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. മിക്ക ആൾക്കാർക്കും ഇത് ആദ്യമായിട്ട് പഠിക്കുന്നതല്ല. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനിത് പറയുന്നതിനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കൂടി ഇതറിയാത്ത ഒരാൾ ജസ്റ്റ് ഹിസ്റ്ററി പഠിച്ച് ഒരു അൺക്ലിയർ ആയിട്ട് അവർക്കൊരു കാര്യങ്ങൾ മനസ്സിലാവാതെ പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, ഇതൊരു ഈ മൂന്നും ഒരു പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. മിക്കവാറും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുക ഇതിലായിരിക്കും. അതായത് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ പഠിക്കും. ഇപ്പൊ നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള പ്ലാനിങ് ആണ് അഡാപ്റ്റ് ചെയ്തത്, അതിലും ഇതുപോലെ ക്യാപിറ്റലിസം, സോഷ്യലിസം ചേർന്ന് അതിന്റെ ഒരു എന്താ പറയാ ഫ്ലേവർ ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെയല്ല വേറെ രാജ്യം ഒരു ഫ്ലേവർ എടുക്കും. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസം നമുക്കറിയാലോ. കമ്മ്യൂണിസം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കും ബംഗാളികൾക്കൊക്കെ കമ്മ്യൂണിസം വളരെ എന്താ പറയുക പരിചിതമാണ്. നമ്മുടെ ഐഡിയോളജിയുടെ, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ആക്ച്വലി അത് കമ്മ്യൂണിസം അല്ല, നമ്മുടെ ഡെമോക്രസിയിലാണ് ഉള്ളത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലാണ്, അതിന്റെ എല്ലാ മട്ടും ഭാവവും മാറും. ആക്ച്വലി അത് കമ്മ്യൂണിസം ആവുമ്പോൾ ഇപ്പൊ നമ്മൾ ഡെമോക്രസിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നമുക്ക് ഡെമോക്രസിയിൽ എന്താ പറയാ പ്രാവർത്തികമാക്കാവുന്ന എന്താ ആശയങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസം. ഓക്കെ, നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കി വെക്കാം. ക്യാപിറ്റലിസത്തില് ഫസ്റ്റ് പ്രൈമസി ഉള്ളത് പ്രൈവറ്റ് ഓണർഷിപ്പിനാണ്. അതായത് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാ ഐഡിയോളജിയിലും സെയിം ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റലിസത്തില് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കും, അതിനനുസരിച്ച് അത് ക്യാപിറ്റലിസം ആവും. സോഷ്യലിസത്തില് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കും, അതിനനുസരിച്ച് അത് സോഷ്യലിസം ആവും. കമ്മ്യൂണിസത്തില് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കും, അത് അങ്ങനെയായിരിക്കും. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മെയിൻലി. ഓക്കെ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റലിസ്റ്റ് തറോ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. പ്രൈവറ്റ് ആയിട്ട് അവർക്ക് ഹെറിഡിറ്ററി ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. അവർക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനുള്ള അവകാശം പ്രൈവറ്റ് ക്യാപിറ്റലിസത്തിന് ഉണ്ടായിരിക്കും. മറ്റ് സോഷ്യലിസ്റ്റിലും കമ്മ്യൂണിസ്റ്റിലായാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഈവൻ നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റലിസ്റ്റ്
കൺട്രിയിലും. നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? അത് ക്ലിയർ ആണോ? അതെ, ഇപ്പൊ ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ഒന്ന് പറയാമോ? വോയിസ് ഇപ്പൊ ക്ലിയർ ആയോ? സർ വോയിസ് കുറവായിട്ട് തോന്നുന്നുണ്ട്. തീരെ കുറവാണോ? ഇപ്പൊ ഓക്കെയാണ് സർ, കുഴപ്പമില്ല. പക്ഷെ ഓക്കെ നേരത്തെ ഇത്തിരി ലോ ആയിട്ട് തോന്നുന്നു. ഓക്കെ, ഞാൻ ഹെഡ്സെറ്റ് താഴെ വെച്ചിരിക്കുക. ഒറിജിനൽ നല്ല ഹെഡ്സെറ്റ് ഞാൻ ഓഫീസിൽ ഞാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇതിലേക്ക് മാറ്റാം, മൊബൈലിലേക്ക് മാറ്റാം. മാനേജബിൾ അല്ലെങ്കിൽ പറയൂ, ഞാൻ അത് മാറ്റാം. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു സർ, ഇപ്പൊ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി എന്നാ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ബ്രേക്ക് ആവണമെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ചിലപ്പോൾ വോയിസ് ഇതിലേക്ക് കേൾക്കാറില്ല. ഓക്കെ, ഞാൻ ചാറ്റിലേക്ക് ശ്രദ്ധിക്കില്ല ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഒന്ന് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. സോ പ്രൈവറ്റ് ഓണർഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഒരു സ്ഥലം, നമുക്ക് ഒരു ലൈക്ക് ഒരു ഭൂമി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് ഹെറിഡിറ്ററി ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ചൈനയിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 75 വർഷത്തേക്ക് 99 വർഷത്തേക്കൊക്കെ ലീസിനാണ് ഒരു സാധനം തരിക. നിങ്ങളായിട്ട് ഓണർഷിപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അവര്, കുറച്ചൊക്കെ ഒരുപാട് പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് മാറും. ഓക്കെ, ഈ ഓണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതാണ് ഫ്രീ മാർക്കറ്റ്. അതിൽ പൈസ നമ്മൾ എത്ര രൂപയ്ക്ക് ഒരു സാധനം കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് വാങ്ങണം, എന്ത് കൺസ്യൂം ചെയ്യണം, ഇതൊക്കെ കൺസ്യൂമറിനും അതുപോലെ അത് വിൽക്കുന്ന ട്രേഡേഴ്സിനും തീരുമാനിക്കാം. ഗവൺമെന്റ് അതിൽ അധികം ഇന്റർവെൻ ചെയ്യില്ല. ഓക്കെ, പിന്നെ എല്ലാ ബിസിനസ്സും പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതാണ് ആക്ച്വലി ക്യാപിറ്റലിസത്തിന് ഇത്രയും വലിയ വിജയം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോഷ്യലിസം ഒരു പ്രത്യേക എല്ലാ രാജ്യങ്ങളും സോഷ്യലിസത്തിന്റെ പല ആശയങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിരിക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിനെതിരെ വലിയ ഒരു വേവ് കമ്മ്യൂണിസത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോഴും ക്യാപിറ്റലിസം ആണ് ലോകത്ത് ഈ ഒരു എക്കണോമി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വിജയിക്കുന്നത്. എല്ലാത്തിനും ഉപരിയായിട്ട് ക്യാപിറ്റലിസം വലിയ വിജയം നേടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇൻഡിവിജ്വൽ ഫ്രീഡം, അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ്. ഓക്കെ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ കാണാത്ത കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൈൻഡ് ഓഫ് മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് KSRTC. ഓക്കെ, KSRTC ഒരു എന്താ പറയാ, ഒരു എക്കണോമിക്കൽ ആക്ടിവിറ്റിയാണ്. അത് എന്തിനാണ് ചെയ്യുന്നത്? ആ KSRTC നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ സർവീസിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകണം, അവർക്ക് മൊബിലിറ്റി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അത് നടത്താനായിട്ടുള്ള മിനിമം റിക്വയർമെന്റിനുള്ള പൈസ അവർ കളക്ട് ചെയ്ത് ആ ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഗവൺമെന്റിന് ഇതിന്ന് കുറെ ലാഭം കിട്ടണം എന്നൊരു മോട്ടീവ് ഇല്ല. ഓക്കെ, ഇത് പക്ഷെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ ഇങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു കാര്യം സ്റ്റേറ്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അവരുടെ ഒരു മെത്തേഡ്. നമുക്കത് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ആഡം സ്മിത്തിനെ കൂടി പഠിക്കണം. ആഡം സ്മിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. അദ്ദേഹം തന്നെയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് മെത്തേഡുകളും കൂടുതലായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തുന്ന, അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്ക് രചിച്ചത്. അതിന്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ്. ആഡം സ്മിത്ത് എഴുതിയതാണ്. ആളൊരു ബ്രിട്ടീഷുകാരനാണ്. ഇത് ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക്
ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 1688 ഗ്ലോറിയസ് റവല്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, 1688 ഗ്ലോറിയസ് റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച കാര്യമായിട്ട് യൂറോപ്പിൽ നടന്നു. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവ് കൺട്രോൾ ചെയ്യും എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ നടത്തണം, ആർക്കൊക്കെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ഒക്കെയുള്ള അവകാശം കൊടുക്കണം. അത് രാജാവാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ട്രേഡ് ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടൻ എല്ലാവരും വന്ന് ഇവിടെ ട്രേഡ് ചെയ്തിരുന്നില്ല. അതെന്താ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമുള്ളത്? അത് എലിസബത്ത് രാജ്ഞി 1600 ഇവർക്ക് ഒരു എന്താ പറയുക ചാർട്ടർ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മോണോപ്പൊളിയാണ്, അതായത് നിങ്ങൾ പോയി ചെയ്താൽ മതി. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ആണ്. നിങ്ങൾ മാത്രം ചെയ്താൽ മതി, വേറെ ആർക്കും ചെയ്യാനുള്ള അവകാശമില്ല. അപ്പൊ ഗവൺമെന്റ് ആരാണ് തീരുമാനിക്കുന്നത്? മൊണാർക്കിയാണ് തീരുമാനിക്കുന്നത്. ഈ പൈസ ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ ഇപ്പോൾ പരുത്തി എവിടെ ഉണ്ടാക്കണം, അതുപോലെ അയൺ എവിടെ ഉണ്ടാക്കണം ഒക്കെ തീരുമാനിക്കുന്നത് മൊണാർക്കായിരുന്നു. അത് ക്രംബിൾ ഡൗൺ ആയപ്പോൾ അതിനുശേഷം പിന്നെ ഗവൺമെന്റ് വന്നല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനും മൊണാർക്കി വന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഡെമോക്രസി ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത്, അതിനുശേഷം അമേരിക്കൻ റവല്യൂഷനൊക്കെ ഭാഗമായിട്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഗവൺമെന്റ് എന്തായിരിക്കണം ഗവൺമെന്റിന്റെ റോള്, എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഗവൺമെന്റിന്റെ റോൾ എന്തായിരിക്കണം, അതാണ് ഇദ്ദേഹം പറയുന്നത്. അത് അടുത്ത തിയറിയാണ് അദ്ദേഹത്തിന്റെ ലെസേ ഫെയർ എക്കണോമിക്സ്. അതെല്ലാവർക്കും ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെസേ ഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിൽ യാതൊന്നിലും ഇടപെടാതിരിക്കുക. ഓക്കെ, ഈ എക്കണോമിക് ആക്ടിവിറ്റി ഗവൺമെന്റിന്റെ ഭാഗമല്ല. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഉടമ്പടികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് വാലിഡിറ്റി ചെക്ക് ചെയ്യുക, കോർട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് മാത്രം ഗവൺമെന്റ് ചെയ്താൽ മതി. അതല്ലാത്ത ഒരു കാര്യവും ഗവൺമെന്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ ഏൽപ്പിക്കുക. അവർ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശരി ഗവൺമെന്റ് ഇതിൽ ഇടപെടാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കും? ഈ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ആരെങ്കിലും ഒരു കൺട്രോൾ ചെയ്യട്ടെ. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു അടുത്തൊരു ടേമും വളരെ പ്രശസ്തമാണ്, ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൽ നിങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നു. ഓക്കെ, ഞാനൊരു 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം അടുത്ത് വേറൊരാൾ 5 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഈ വാങ്ങുന്ന ആൾക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട് എവിടുന്ന് വാങ്ങണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് എവിടേക്ക് പോകും? 5 രൂപയുടെ സാധനം വാങ്ങാൻ പോകും. ഓക്കെ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ മാർക്കറ്റ് തന്നെ നിയന്ത്രിച്ചോളും. ഗവൺമെന്റിന് ഒരു നിയന്ത്രണവും അതിൽ ആവശ്യമില്ല. അപ്പൊ എന്തൊക്കെ ഇനിയിപ്പോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് എനിക്ക് മാത്രമല്ലല്ലോ, അത് കമ്മ്യൂണിറ്റിക്ക് മൊത്തം ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റിനാണ്, ഇപ്പോൾ ഭക്ഷണമാണോ, വസ്ത്രമാണോ, അല്ലെങ്കിൽ മൊബൈൽ ഫോണാണോ, എന്താണ് ആ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ്, അതിനനുസരിച്ച് സപ്ലൈയും വന്നോളും. അത് ആരും നിയന്ത്രിക്കേണ്ട കാര്യമില്ല, മാർക്കറ്റ് സ്വയം നിയന്ത്രിക്കും. ഓക്കെ, അത് അത്തരത്തില് മൊത്തം നിയന്ത്രിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആഡം സ്മിത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഒരു തിയറിയാണ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഇപ്പൊ ഈ ബ്രിട്ടനിലെ എൻക്ലോഷർ മൂവ്മെന്റ് വന്നതിന് ശേഷം അവർക്ക് പ്രൈവറ്റ് ഓണർഷിപ്പ് കിട്ടി. അതിനുശേഷം അവർ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു. അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒരുപാട് സർപ്ലസ് ഓഫ് ലേബേഴ്സ് ഉണ്ടായി. ഓക്കെ, ആഡം സ്മിത്ത് പറയുന്നത് ഏതൊരു കൺട്രിക്കും അഗ്രികൾച്ചറിൽ എന്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാവണം. അഗ്രികൾച്ചറിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലത്തു നിന്ന് കൂടുതൽ ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കും. ഓക്കെ, ഭക്ഷണം കൂടുതലായിട്ട് ഉണ്ടാക്കിയാലാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ, ലേബേഴ്സിന്. അല്ലെങ്കിൽ എല്ലാവരും അഗ്രികൾച്ചറിൽ പോകുമല്ലോ. അങ്ങനെ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് കൂടുതൽ ആൾക്കാരെ ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റണം. അതിനെന്ത് ചെയ്യാൻ പറ്റണം? കുറച്ച് പേര് കൂടുതൽ അഗ്രികൾച്ചർ ചെയ്തു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും. ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ജോലികളിൽ
ഒരു വ്യക്തികൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഒരാൾ ചെരുപ്പ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ വൈദഗ്ധ്യം അതിൽ കൂടുകയല്ല ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ അതിലുണ്ടാവും. പിന്നീട് ഈ തിയറിയൊക്കെ എമിലി തുർക്കിയും പോലെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് ആഡം സ്മിത്തിന്റെ റോള് പറഞ്ഞപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നോവേഷൻ. അതായത് എപ്പോഴും പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വന്നുകൊണ്ടിരിക്കും. കൺസ്യൂമേഴ്സിന് കൂടുതലായിട്ട് ചോയ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ കോമ്പറ്റീഷനാണ്. എങ്ങനെയാണ് ഞാനൊരു ഡിമാൻഡ് കൂടുതൽ മാർക്കറ്റിലുള്ള ഡിമാൻഡ് എത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സെർവ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, എനിക്ക് കൂടുതൽ മാർക്കറ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നോവേഷൻ കൂടുതലായിരിക്കും. പിന്നെ പ്രോബ്ലം എന്താണ്? ഇനിക്വാലിറ്റി. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ക്യാപിറ്റലിസത്തിന്റെ. പണക്കാരൻ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടിരിക്കും, ദരിദ്രൻ കൂടുതൽ ദരിദ്രനായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതെന്താ പ്രശ്നം? അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് മാർക്കറ്റ് എപ്പോഴും കുറച്ച് ആൾക്കാർ കൂടുതൽ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലാണ് അതിന്റെ ഡിസൈൻ വരിക. ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു ടി വി വാങ്ങണം. ടി വിയുടെ ഉദാഹരണം വേണ്ട, അതിനൊക്കെ നല്ലൊരു ഉദാഹരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഈ എന്താ പറയാ, ടെലിഫോൺ ഇൻഡസ്ട്രിയിൽ എല്ലാ ജിയോ, അതുപോലെ തന്നെ VI, പിന്നെ എയർടെൽ, ഇവർ മൂന്നാൾക്കാരും കൂടിയിട്ട് തീരുമാനിച്ച് ഒരു തവണ പെട്ടെന്ന് റേറ്റ് എൻഹാൻസ് ചെയ്തു. നിങ്ങൾക്കറിയാലോ, റേറ്റ് കൂട്ടി. അപ്പോൾ ആ റേറ്റ് കൂട്ടി, മൂന്നാൾക്കാർ ഒരുമിച്ച് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ ഉള്ളൂ? അത് ആ സാധനം വേറെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതായത് കുറച്ച് പേര് കൂടുതൽ ആൾക്കാരെ എന്താ പറയാ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതായത് അവർക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് മെയിനായിട്ട്. കുറച്ച് പേര് കൂടുതൽ ആൾക്കാരെ ഗൂഢാലോചന ചെയ്യുന്ന ഒരു പരിപാടിയാണ് മാർക്കറ്റ് ആക്ച്വലി. ഓക്കെ, സോ ഇതൊരു ഇൻഹെറന്റ് പ്രോബ്ലം ആണ് മാർക്കറ്റിന്റെ. അതുപോലെ തന്നെ എൻവയോൺമെന്റ് കൺസേൺസ്. ആൾക്കാർക്ക് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന് അവർക്ക് അവരുടെ പ്രോഫിറ്റ്, അവരുടെ കമ്പനിയുടെ ടേൺ ഓവർ, ഇത് മാത്രമാണ് മോട്ടീവായിട്ടുള്ളത്. വേറെ എന്താ പറയുക, എൻവയോൺമെന്റിന് പ്രശ്നം വരുന്നുണ്ടോ, ആൾക്കാർക്ക് ലേബേഴ്സിന് പ്രശ്നം വരുന്നുണ്ടോ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, ക്യാപിറ്റലിസ്റ്റിന്റെ എന്താണ് നല്ല വശങ്ങളെന്നും എന്താണ് ചീത്ത വശങ്ങളെന്നാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് സോഷ്യലിസത്തേക്ക് പോവാം. അതിനു മുമ്പ് എന്തെങ്കിലും ക്യാപിറ്റലിസത്തിനെ കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടോ? ഗൈസ്, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ എങ്കിലും ക്ലാസ്സിന് നല്ലതാണ്. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഹിസ്റ്ററി, ഞാൻ 10ാം ക്ലാസ്സിലാണ് അവസാനമായിട്ട് ഹിസ്റ്ററി പഠിച്ചത്. ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പോൾ ഈ ഹിസ്റ്ററിയിലെ ഇതൊക്കെ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് 1-2 വർഷം ഞാൻ PSC ട്രൈ ചെയ്തപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉള്ള ഒരു സമയമായിരുന്നു കഴിഞ്ഞ 2 വർഷം, ഇവൻ ഞാൻ വർക്കിംഗ് ആണെങ്കിൽ കൂടി. അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മേ ബി ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നത്, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ അത് ആഡ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു വാല്യൂ അഡീഷൻ ആണ് ഈ ക്ലാസ്സിന്. സാർ, ആ ഇൻവെസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന അത് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പിന്നെ സപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അതിന്റെ തോന്നിയ പിടിക്ക് പോവും എന്ന ഒരു കോൺസെപ്റ്റ് അതിന് ശേഷം ഇറങ്ങിയല്ലോ. യെസ്, ഓക്കെ. ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, മീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻവിൻസിബിൾ ഹാൻഡും അതുപോലെ ക്യാപിറ്റലിസം വലിയ പ്രശ്നത്തിലേക്ക് പിന്നീട് പോകുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ സോഷ്യലിസത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കായിരുന്നു. 1929 വലിയൊരു ഡിപ്രഷൻ ഉണ്ടായി. അത് ആരും ഒന്നും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ, ഗവൺമെന്റിൽ മാർക്കറ്റിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവുന്ന ഈ 1929 വന്ന വലിയ ഒരു ഡിപ്രഷൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി. അതിനുശേഷം അവർ ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെങ്കിൽ കൂടി വളരെയധികം ഒരു സോഷ്യലിസ്റ്റ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ ഇതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് സ്ലൈഡ് അതാണ് വരുന്നത് തോന്നുന്നു. ഓക്കെ,
ഇവിടെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് സോഷ്യലിസത്തിനെ കുറിച്ച് പറയാം. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, അതായത് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രൈവറ്റ് ഓണർഷിപ്പ് എടുത്ത് ബ്രിട്ടനിലും അതുപോലെ മറ്റ് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ഒരുപാട് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രികൾ വന്നു. അതിനുശേഷം ഉണ്ടായ ഒരുപാട് വലിയ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സോഷ്യലിസം ഉയർന്നു വരുന്നത്. ആദ്യം ക്യാപിറ്റലിസം വന്നു, ഗവൺമെന്റ് ഒന്നും ഇടപെടാണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇടപെടാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? ഗവൺമെന്റ് ആരും ചോദിക്കാനില്ല, നിയമങ്ങളില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കർ ഒരു ഇൻഡസ്ട്രിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവരിനെ 17-18 മണിക്കൂറാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ജോലിക്കാരൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ജോലിക്കാരൻ മാത്രമല്ല ജോലി ചെയ്യേണ്ടത്, അത് ആ ജോലിക്കാരൻ മാത്രമല്ല ജോലി ചെയ്യേണ്ടത്, അവരുടെ വൈഫ്, കുട്ടികൾ എല്ലാവരും ജോലി ചെയ്യണം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ടല്ലോ, അപ്പൊ തൊഴിലാളിക്ക് വേണമെങ്കിൽ വിചാരിക്കാലോ എനിക്ക് ജോലി ചെയ്യേണ്ടെന്നുള്ളത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ പ്രശ്നമുണ്ട്. ഈ ഒരാള് ജോലി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി 100 ആൾക്കാർ അങ്ങനെ ജോലി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ലേബർ ഒരു മാർക്കറ്റ് ആണല്ലോ. ലേബർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു ജോലിയേ ഉള്ളൂ. 100 ആൾക്കാർ അതിനു വേണ്ടി, ഇപ്പൊ നമ്മുടെ PSC തന്നെ നോക്കൂ, നമ്മൾ 100 ആൾക്കാരെ വേണ്ടി അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഇതില്ല, ഒരാൾ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ആൾ വന്ന് ജോലി ചെയ്യാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലെ മുതലാളിമാർക്ക് ഉണ്ടാവുമ്പോൾ അവരെന്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അമ്മാതിരി ചൂഷണം ചെയ്യും. അവർക്ക് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളോ അവരുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല, പ്രോഫിറ്റ് മാത്രമാണ് പ്രശ്നം. അങ്ങനെ എന്താ പറയാ, എക്സ്പ്ലോയിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സോഷ്യലിസം ഉണ്ടാവുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം മാർക്സിസവും കമ്മ്യൂണിസവും മാർക്സിസവും ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് സോഷ്യലിസത്തിന്റെ ഉത്ഭവത്തിനുള്ള കാരണം. ഇനി അത് എങ്ങനെയാണ് സോഷ്യലിസം ക്യാപിറ്റലിസം വ്യത്യാസം വന്നത്? സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. നേരത്തെ പറഞ്ഞത് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. ഇതാകുമ്പോൾ ഒരു കളക്റ്റീവായിട്ട് മേ ബി നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റീവ് സഹകരണ സംഘത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മൊത്തമായിരിക്കാം, വേണമെങ്കിൽ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ജില്ലയോ ആയിരിക്കാം. അങ്ങനെയുള്ള കളക്റ്റീവ് ഓണർഷിപ്പിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ അവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ആ മൊത്തം ആൾക്കാരുടെ ആയിരിക്കാം ആ ഒരു കമ്പനി. അത്തരത്തില് സോഷ്യലിസം എന്നുള്ളത് സോഷ്യലിസം ഒരു ചിന്താ പദ്ധതിയായിട്ട് കൊണ്ടുവരുമ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള ക്യാപിറ്റലിസ്റ്റ് സ്ഥലത്ത് തന്നെ പരമാവധി പ്രൈവറ്റ് ഓണർഷിപ്പുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയോളജി. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ലേബർ ഇഷ്യൂസ് ഇത്രയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു മിനിമം കൺസേൺ, അതായത് ഒരു ലേബർ ഈ 16-18 മണിക്കൂർ എന്നൊക്കെ കുറയ്ക്കുക. ഈ 8 മണിക്കൂറൊക്കെ ഇപ്പം അടുത്തായി ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് വേണമെങ്കിൽ 12 മണിക്കൂറാക്കാൻ വേണമെങ്കിൽ. ഓക്കെ, പകുതി സമയം ജോലി, പകുതി സമയം വിശ്രമം. അതേപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടികളെ, ചെറിയ കുട്ടികളെ ഒക്കെ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ വരെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒരു റിലാക്സേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് പ്രൊവൈഡ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു വെൽഫെയർ മെഷേഴ്സ് ഇതൊക്കെ കൊടുക്കാൻ. പിന്നെ അതുപോലെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അംബാനി, അദാനി ഇവർ മാത്രം ഇങ്ങനെ ഒരുപാട് എമൗണ്ട് എന്താ പറയാ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാത്തൊരു സാഹചര്യം വരുത്തി അവരെ നിന്ന് പിടിച്ചു വാങ്ങി, എന്താ പറയാ ബലമായിട്ട് പിടിച്ചു വാങ്ങി റീഡിസ്ട്രിബ്യൂഷൻ അല്ല, ചില മേ ബി റിഗ്രസീവ് ആയിട്ടുള്ള ടാക്സുകൾ കൊടുക്കുക. അങ്ങനെ ഒരു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷന്റെ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ സോഷ്യലിസത്തിൽ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എക്കണോമിക് പ്ലാനിങ്. ഏത് സെക്ടറിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ അടുത്ത ഒരു 5-10 വർഷത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിലുള്ള പ്ലാനിങ് സോഷ്യലിസത്തിലാണ്. അപ്പോൾ ഇത് ക്യാപിറ്റലിസ്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാലോ,
സർദാർ വല്ലഭായ് പട്ടേലിനെയും അതേപോലെ തന്നെ നെഹ്റുവിനെയും പലപ്പോഴും ഒരു ഡൈക്കോട്ടമിയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ, അത് എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് എനിക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല. മീൻസ് പട്ടേലിന് ഒരു പട്ടേൽ ഒരു ഹാർഡ് കോർ ക്യാപിറ്റലിസ്റ്റ് ആണ്. അത് ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് എനിക്ക് റെഫറൻസ് ഇല്ല. അത് മീൻസ് പട്ടേൽ ഒരു സമയത്തും ഈ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നതിനെ അനുകൂലിച്ചിട്ടില്ല, മാത്രമല്ല അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പട്ടേൽ മരിച്ചതിന് ശേഷമാണ് നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത്. ടൈം നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്. പട്ടേൽ മരിക്കുന്നത് 1950-ലാണ്. നെഹ്റു സ്റ്റാർട്ട് ചെയ്യുന്നത് 1951-ലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപിറ്റലിസം അതുപോലെ സോഷ്യലിസം തമ്മിലുള്ള ഒരു വലിയൊരു പിടിവലി നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗാന്ധിയൻ ഇതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്ലാനിങ് തുടങ്ങുമ്പോൾ 3 തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടാകുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയ ഉള്ള ആൾക്കാർ, 2 ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, 3 ഗാന്ധിയൻ ഫിലോസഫി ഉള്ള ആൾക്കാർ. ഇവർ 3 പേരുടെയും അവസാനം അവർ 3 പേരും ഒരു ചേർന്ന് എന്താ പറയുക ഒരു രമ്യതയിൽ എത്തിയിട്ടാണ് നമ്മുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ 1956 വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആക്ട് വന്നത്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് സോഷ്യലിസത്തിന്റെ ഇക്വാളിറ്റി. ക്യാപിറ്റലിസത്തിലുള്ള പോലെ എത്ര വേണമെങ്കിലും ഇൻഇക്വാലിറ്റി അലോ ചെയ്യില്ല, ഇക്വാലിറ്റി വേണം. കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു സെൻസ് ഉണ്ട്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ. പാവപ്പെട്ടവനും ധനികനും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക, അത്തരത്തിലുള്ള ഒരു ജസ്റ്റിസിന്റെ ഒരു ആംഗിൾ ഇതിലുണ്ട്. ഗവൺമെന്റ് റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ 1991 വരെ ഗവൺമെന്റ് റോൾ നിങ്ങൾക്ക് അറിയാലോ. ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഏത് ഇൻഡസ്ട്രി എവിടെ വേണം, ലൈസൻസ് ഏത് ഇൻഡസ്ട്രിക്ക് ലൈസൻസ് കൊടുക്കണം, ഏത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റോള് ഗവൺമെന്റിനുണ്ട്. സോഷ്യൽ വെൽഫെയർ, അതായത് മൊത്തം ആ രാജ്യത്തെ എല്ലാ ആൾക്കാരുടെയും വെൽഫെയർ, അതുപോലെ തന്നെ അവരുടെ മെഷേഴ്സ്, കീ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇതിലൊക്കെ കൂടുതലായിട്ട് സോഷ്യൽ വെൽഫെയറിന്റെ ഭാഗത്ത് സോഷ്യലിസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് സോഷ്യൽ പോളിസീസ് എങ്ങനെയാണ് സോഷ്യലിസം അക്സെപ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, ഈ യൂറോപ്പിലെ 2 ഒന്ന് വെസ്റ്റേൺ ബ്ലോക്കും ഒന്ന് ഈസ്റ്റേൺ ബ്ലോക്കും. ഈസ്റ്റേൺ ബ്ലോക്ക് എപ്പോഴും സോവിയറ്റ് യൂണിയന്റെ ഒരു സാറ്റലൈറ്റ് കൺട്രീസ് ആയിട്ട് അവർ ഒരുമിച്ചാണ്. 1989 എപ്പോഴാണ് റഷ്യ USSR വിഭജിക്കപ്പെട്ടത്? 89ആണോ 90ആണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ സമയം വരെ ഇവർ സാറ്റലൈറ്റ് കൺട്രീസ് ആയിരുന്നു. മിക്കവാറും സോഷ്യലിസ്റ്റ് പോളിസികളാണ് അവർ ഫോളോ ചെയ്തത്. പക്ഷേ അത് നിങ്ങൾക്ക് പറയാം, ഇവൻ ലാസ്റ്റ് ഇപ്പം നടക്കുന്ന ഉക്രൈൻ വാർ വരെ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവർക്ക് എല്ലാവർക്കും വെസ്റ്റേൺ യൂറോപ്പിനോടാണ് താല്പര്യം. ഇപ്പോൾ മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, പക്ഷെ അതൊന്നും അത്ര വലിയ വിജയിച്ചില്ല. ക്യാപിറ്റലിസം തന്നെയാണ് ആ ഭാഗത്ത് മുഴുവൻ വിജയിച്ചത്. സോഷ്യലിസ്റ്റിന്റെയോ കമ്മ്യൂണിസ്റ്റ് ഐഡിയകളിൽ നിന്നും പരമാവധി എല്ലാ രാജ്യങ്ങളും പുറത്തു വന്ന് നാറ്റോയിലെ അംഗത്വം എടുക്കുകയാണ് ചെയ്തത്. ഈവൻ ലാസ്റ്റ് യുക്രൈൻ അവിടുന്ന് പോരാനുള്ള പരമാവധി അവർ ശ്രമിച്ചു. നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിലെ ഒരു അടിപൊളി ഡോക്യുമെന്ററി ഉണ്ട്, വിന്റർ ഓൺ ഫയർ. യുക്രൈനിൽ എന്താണ് ആ സമയത്ത് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ റഷ്യൻ ഐഡിയോളജിയിൽ നിന്ന് മാറി വെസ്റ്റേൺ യൂറോപ്യൻ ഐഡിയോളജിയിലേക്ക് മാറുന്നതിന് അവരെങ്ങനെയാണ് ആ രാജ്യം ട്രൈ ചെയ്തത്, എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, സോ ഏതാണ് ഒരു ഈസ്റ്റേൺ യൂറോപ്പിലെ കാര്യം. അവരൊരു 10-40 വർഷം സോഷ്യലിസം ട്രൈ ചെയ്തു, പിന്നീട് അത് ഒക്കെ മാറ്റി ക്യാപിറ്റലിസത്തിലേക്ക് മാറി. വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു സംഭവം, അത് ആരാ ചോദിച്ചത്? അശ്വിനല്ലേ? അശ്വിൻ ചോദിച്ച സംഭവമാണത്. ഈ ഇൻവിസിബിൾ ഹാൻഡിന്റെ എന്താ പറയാ അവരുടെ ഡോമിനൻസ് ആയിരുന്നു 1929 വരെ.
ഓക്കെ. ഇൻവിസിബിൾ ഹാൻഡ്, ക്യാപിറ്റലിസം, അതിൻ്റെ ആ ഒരു തിയറിയാണ് ലോകത്തെ ഭരിച്ചിരുന്നത്. ഓക്കെ. ലോകത്തെ ഭരിച്ചിരുന്ന 1-2 തിയറികളുണ്ട്. ഫസ്റ്റ് തിയറി മെർക്കാൻറ്റലിസ്റ്റ് തിയറി. അത് നമ്മൾ അമേരിക്കൻ റവല്യൂഷനിൽ പഠിക്കും. മെർക്കാൻറ്റലിസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ലോകൾ പഠിക്കാനുണ്ട്. അതെന്താണ് മെർക്കാൻറ്റലിസം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അത് പഠിക്കാൻ. അതിനുശേഷം വന്നാണ് ഈ ഫ്രീ ട്രേഡ്, അതുപോലെ ഫ്രീ എക്കണോമിക്സ്, ഈ ആഡം സ്മിത്തിൻ്റെ തിയറി. അത് വരുന്നത് 1929-30 വരെയാണ്. അതിനുശേഷം സകല സ്ഥലത്തും ഈ ഡിപ്രഷൻ ഉണ്ടായപ്പോൾ ഗവൺമെൻറ്റുകൾ പെട്ടെന്ന് എന്താ പറയുക, വേറൊരു തിയറിയിലേക്ക് വന്നു. മീൻസ് സോഷ്യലിസ്റ്റ് തിയറി തന്നെ. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റാണ് ജോൺ മെയ്നാർഡ് കീൻസ്. ആളുടെ പേര് ഒന്നും ഓർത്ത് വെക്കാൻ നമുക്ക് പല സമയങ്ങളിലും ചിലപ്പോൾ ആവശ്യം വരും. ഈ കീൻസിൻ്റെ കെനീഷ്യൻ വെൽഫെയർ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുകയാണ് അതിനുശേഷം 1930 ശേഷം ചെയ്തത്. ഓക്കെ. എന്നാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓക്കെ. അത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സംഭവമാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നവ ലിബറൽസ് നയങ്ങൾ. ഓക്കെ. നിയോ ലിബറൽ പോളിസീസ്. ഇത് വന്നത് 1970-കളും 80-കളിലും. മാർഗരറ്റ് താച്ചർ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരിക്കുകയും റൊണാൾഡ് റീഗൻ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഈ പറഞ്ഞ ഈ കെനീഷ്യൻ വെൽഫെയർ പോളിസി, സോഷ്യലിസ്റ്റ് പോളിസി, അതിനോടൊക്കെ അവർക്ക് വലിയ പുച്ഛം, അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള പോളിസികൾ കൊണ്ടുവന്നു. അതാണ് മാർഗരറ്റ് താച്ചറിനെ റൊണാൾഡ് റീഗന് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാക്കുന്നത്. അവർ കൊണ്ടുവന്നത് ഈ ഫ്രെഡറിക് ഹയക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആളും ഇതുപോലെ തന്നെ ഈ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ആളുടെ ഒരു ബുക്കാണ് റോഡ് ടു സെർഫ്ഡം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എഴുതിയ പോലെ നവലിബറൽ വ്യവസ്ഥയുടെ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് റോഡ് ടു സെർഫ്ഡം എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഈ സോഷ്യലിസം കളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവസാനം എല്ലാവരും കൂടിയിട്ട് ഈ ഒരു അഗ്രികൾച്ചർ ഫ്യൂഡൽ എക്കണോമിയിലേക്ക് വീണ്ടും പോകും. ഓക്കെ. ഒരു മനുഷ്യന് പുരോഗതി വേണം, അതിന് ക്യാപിറ്റലിസം തിരികെ കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ ഈ നവലിബറൽ നയങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ എല്ലാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ആ പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1970-കളിലും 1980-കളിലും അമേരിക്ക കൊണ്ടുവന്നെങ്കിലും കൂടി ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ മറ്റ് പല പ്രധാനമന്ത്രിയും അതിനെ സ്ട്രോങ് ആയിട്ട് എതിർക്കുകയും ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആയിട്ട് ഇന്ത്യനെ നിലനിർത്താൻ പരമാവധി ശ്രമിക്കുകയും അവസാനം 1991 അതിന് വേറൊരു നിവൃത്തിയില്ലാതെ നമ്മൾ നവലിബറൽ പോളിസികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളൊരു നിയോ ലിബറലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ആരായാലും മോസ്റ്റ്ലി ഒരു സോഷ്യലിസ്റ്റ് പോളിസിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തെ എയർപോർട്ട് നമ്മൾ എന്താ പറയുക, ഒരു പൊതു ഉടമസ്ഥതയിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അത് ലേലത്തിന് വെച്ചിട്ട് ആരാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. രണ്ട് പോളിസികൾ തമ്മിലുള്ള ചേഞ്ചാണ്. ഓക്കെ. നൗ വി വിൽ ഗോ ടു കമ്മ്യൂണിസം. അശ്വിൻ നേരത്തെ ചോദിച്ചത് ഞാൻ അഡ്രസ് ചെയ്തില്ലേ? ഇപ്പോൾ ഞാൻ ഓൾറെഡി ആ സ്ലൈഡിലുകൊണ്ടാണ് ഞാൻ ആ നേരത്തെ ആദ്യം റിപ്ലൈ ചെയ്യാഞ്ഞത്. ക്ലിയർ ആയോ? അത് കറക്റ്റ് ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം കഴിഞ്ഞു, അതുപോലെ തന്നെ സോഷ്യലിസം കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായിണ്ടാവില്ല, സോഷ്യലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എങ്ങനെയും ഒഴിവാക്കി ഒരു മിതമായ രീതിയിൽ മറ്റ് എന്താ പറയാ, ഈ പ്രൈവറ്റ് ഓണർഷിപ്പിന്റെ വലിയ ക്രൂവൽറ്റീസ് ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കി നല്ലൊരു സൊസൈറ്റി ആവണം എന്നുള്ള ഒരു ഐഡിയോളജി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് കമ്മ്യൂണിസം. സോഷ്യലിസത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് കമ്മ്യൂണിസം. അതും കൂടി നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്നുള്ളത്. ഇത് പറയുന്ന ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി വേണം, അതായത് ഉള്ളവനും ഇല്ലാത്തവനും അല്ലെങ്കിൽ മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു വ്യത്യാസമില്ലാത്തൊരു ക്ലാസ്ലെസ് സൊസൈറ്റി വേണം. അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെ കംപ്ലീറ്റ് അബോളിഷനാണ് ഇതിന് വേണ്ടത്. സോഷ്യലിസത്തിൽ നമുക്ക് അറിയാലോ, പ്രൈവറ്റ് ഓണർഷിപ്പ് അപ്പോഴും അവർ അഗ്രി ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, ആ ഒരു സിസ്റ്റത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല. പക്ഷെ കമ്മ്യൂണിസത്തിൽ കംപ്ലീറ്റ് അബോളിഷനാണ്, ഒരു തരത്തിലുള്ള പ്രൈവറ്റ് ഓണർഷിപ്പും ആവശ്യമില്ല. ഓക്കെ. ഗവൺമെന്റ് കൺട്രോൾസ് ഓൾ ആസ്പെക്ട് ഓഫ് ദ എക്കണോമി, മാനേജസ് റിസോഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഫോർ ദ ഓൾ. ഗവൺമെന്റ് മീൻസ് ഗവൺമെന്റ് റൺ ചെയ്യും എല്ലാതും.
ഒരു സാധനം പ്രൈവറ്റ് ആയിട്ട് റൺ ചെയ്യേണ്ട കാര്യമില്ല. ഒക്കെ എല്ലാവരും ലേബേഴ്സ് ആണ്. ഓക്കെ, എന്റർപ്രണേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള പരിപാടികൾ മുഴുവൻ എന്ത് ചെയ്യും? ഗവൺമെന്റ് ചെയ്യും. ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, എല്ലാം എന്ത് ചെയ്യണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് ആൾക്കാർ കൺസ്യൂം ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഷർട്ട് ഇടണം, കാപ്പിയാണ് കുടിക്കേണ്ടത്, ചായയാണ് കുടിക്കേണ്ടത്, മീൻസ് ഗവൺമെന്റ് ഒരു പക്ഷേ ഇപ്പൊ ഇന്ത്യയിലെ അവൈലബിലിറ്റി ചായക്കാണ്, കാപ്പിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനിക്കും ഓക്കെ ചായ മാത്രം കുടിച്ചാൽ മതി. ആ രീതിയിൽ മീൻസ് അത് കുറച്ച് എക്സ്ട്രീം ആയിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് ഒഴിവാക്കുക. ബാക്കി നിങ്ങൾക്കറിയാലോ, ഇപ്പൊ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന മീൻസ് റഷ്യൻ എക്കണോമിയിലും ഈ ഒരു പ്രശ്നമാണ് അവർക്ക് വലിയൊരു എന്താ പറയാ, പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. ഓക്കെ, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവാനേ പാടില്ല, ഒരാളും പ്രൈവറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഷെയർഡ് റിസോഴ്സസ് സെയിം മീനിങ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസത്തിൽ പറയുന്നത്. ഈ കമ്മ്യൂണിസത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതെങ്ങനെ നടപ്പിൽ വരുത്തണം, എങ്ങനെ നടപ്പിൽ വരുത്തണമെന്ന് ആർക്കും അത്ര ക്ലിയർ ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ആഡം സ്മിത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒരു ഫ്രെയിം വർക്ക് ആഡം സ്മിത്ത് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷനിൽ ഗവൺമെന്റ് ഇടപെടരുത്, മാർക്കറ്റ് എങ്ങനെയൊക്കെ ഇടപെടും, എങ്ങനെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ആൾക്കാർ ഫ്രീ ലേബർ ഉണ്ടാവുന്ന ഫ്രീ ലേബറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അവർ ഒരു സ്പെസിഫിക് ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ അതിന്റെ ബെനിഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള ഫുൾ ഫ്രെയിം വർക്ക് ആഡം സ്മിത്ത് കൊടുത്തു. ക്യാപിറ്റലിസം മുന്നേ ഉണ്ട്, പ്രൈവറ്റ് ഓണർഷിപ്പ് മുന്നേ ഉണ്ട്, പക്ഷെ ഇതിനൊരു ഫുൾ ഫ്രെയിം വർക്ക് കൊടുത്തത് ആഡം സ്മിത്ത് ആണെങ്കിൽ കമ്മ്യൂണിസത്തിന് അത്തരത്തിലുള്ള ഒരു ഫുൾ ഫ്രെയിം വർക്ക് കൊടുത്തത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സും പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഫ്രെഡറിക് ഏംഗൽസും. ഈ കമ്മ്യൂണിസത്തിന്റെ അതിനു മുമ്പ് കുറെ ആൾക്കാർ, റൂസോ പോലെയുള്ള ആൾക്കാർ, പല ആൾക്കാരും കമ്മ്യൂണിസത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ മാർക്സ് തന്നെ അവരുടെ കമ്മ്യൂണിസത്തിനെ കുറിച്ച് പറയുന്നത് ഉട്ടോപ്യൻ കമ്മ്യൂണിസം എന്നാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിട്ട് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, അവരെപ്പോഴെങ്കിലും അവർ ഇത്രയധികം സ്വത്തുള്ള ക്യാപിറ്റലിസ്റ്റ് ഓണേഴ്സ്, ഇൻഡസ്ട്രി ഓണേഴ്സ്, അവർ സമ്മതിക്കും ഇതൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ? അത് നിയമം വഴി നടത്താൻ സമ്മതിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തെ ഇൻഡസ്ട്രിയൽ ഓണേഴ്സ് വലിയ വലിയ മുതലാളികളാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. അപ്പൊ അവരെപ്പോഴെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒരു ഉട്ടോപ്യൻ കമ്മ്യൂണിസം ആണ്. ഇത് ഞാൻ വേറൊരു തിയറി ഞാൻ തരാം. അതാണ് സയന്റിഫിക് കമ്മ്യൂണിസം മാർക്സിന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, അതാണ് പിന്നീട് നമ്മൾ മാർക്സിസം ആയിട്ട് എടുക്കുന്നതും പിന്നീട് ലെനിനും മാവൊക്കെ അവരുടെ രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതും. ഓക്കെ ഓക്കെ, ഈ കമ്മ്യൂണിസം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാർക്സ് ഈ ജസ്റ്റ് ഒരു കമ്മ്യൂണിസം പറയുക മാത്രമല്ല, വളരെ വിശദമായിട്ട് എക്കണോമിനെ കുറിച്ച് പഠിക്കുകയും ഒരുപാട് വർഷങ്ങൾ പഠിക്കുകയും അതിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് വലിയ വലിയ തിയറികൾ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെയുള്ള പരിപാടി, അത് ഞാനിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഉള്ളൂ, അതിലൊന്നും അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മാർക്സിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. അത് അതേ ടൈപ്പ് തന്നെയാണ് മാർക്സിയം ഹിസ്റ്റോറിയൻസും ഫോളോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അദ്ദേഹം പറയുന്നത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലൊന്നും ഒരു യാതൊരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ വ്യത്യാസം വന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയുടെ അനാലിസിസ് ഒക്കെ വളരെ പ്രോപ്പറാണ്. അതിൽ ഒരു കാര്യം ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യത്തെ എന്താണെന്ന് പറഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിസം ആണ് ഫസ്റ്റ് കമ്മ്യൂണിസത്തിൽ. അതിൽ പ്രൈവറ്റ് ആയിട്ട് സ്വത്തില്ല. അത് ഞാൻ ഈ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാർക്സിയൻ ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ആക്ച്വലി. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പാസ്റ്റോറൽ ട്രൈബ്സ്, ഇവർക്കൊന്നും പ്രൈവറ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, അതെല്ലാവരും അന്നാന്ന് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു. അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തപ്പോൾ പ്രൈവറ്റ് സ്വത്തുക്കൾ വന്നു. അതിനുശേഷം റിലീജിയൻ സമൂഹത്തിന്റെ ഹോൾഡ് ഏറ്റെടുത്തു. ഈ റിലീജിയന് അടിസ്ഥാനമായിട്ട് ഒരു മൊണാർക്ക്,
സമൂഹത്തിനെ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഇന്നിക്വാലിറ്റീസ് ആ സൊസൈറ്റിയിൽ വന്നു. അതെങ്ങനെയാണ് വന്നത്? റിലീജിയൻ ക്ലർഗി ആ ഒരു ക്ലാസ്, ആ ക്ലാസ് എങ്ങനെയായാലും സാധാരണ പണിയെടുക്കുന്നതിനേക്കാൾ മുകളിലായിരിക്കുമല്ലോ. രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന നോബിൾസ് അവരെന്തായാലും ഈ സാധാരണക്കാരനേക്കാൾ മുകളിലായിരിക്കുമല്ലോ. ഇത്തരത്തിലുള്ള ഒരു ഇനിക്വാളിറ്റി മൊണാർക്ക് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഈ ഇനിക്വാളിറ്റീനെ മറികടക്കുന്നത് അന്ന് പിന്നീട് ഇൻഡസ്ട്രി ഡെവലപ്പ് ആയപ്പോൾ അവിടെയുള്ള ബൂർഷ ക്ലാസ് ആണ്. ഓക്കെ, ബൂർഷ ക്ലാസ് എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് വലിയ എന്താ പറയാ നേട്ടം ഉണ്ടാവുകയും അവര് സമൂഹത്തിൽ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ ബൂർഷ ക്ലാസ് മൊണാർക്കിനെ എക്സ്റ്റർമിനേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ബൂർഷ ക്ലാസിന്റെ ഭരണമാണ് പിന്നീട് വരുന്നത്. അതാണ് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ബ്രിട്ടൻ ആയാലും ശരി, ഫ്രാൻസ് ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, അവരൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിരിക്കും. മാർസ് വരുന്ന 1848-ലാണ് ഈ തിയറി കൊണ്ടുവരുന്നത്. ആ സമയത്ത് അപ്പൊ എന്ത് സംഭവിച്ചു? വർക്കേഴ്സ് ഭൂരിപക്ഷമായി. അതിനു മുമ്പ് അഗ്രികൾച്ചർ, പാസ്റ്ററൽസ് ആണ്, അഗ്രേറിയൻസ് ആണ് ഭൂരിപക്ഷമായിരുന്നത്. അവരെന്ത് ചെയ്തു? ഈ ചെറിയ 2 ന്യൂനപക്ഷങ്ങൾ കൂടി ഭരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എന്ത് സംഭവിച്ചു? ഈ വർക്കിംഗ് ക്ലാസ്സിന് മുതലാളിമാര്, മൂലധനം ഉപയോഗിക്കുന്ന മുതലാളിമാര്, അവര് വളരെ ന്യൂനപക്ഷമാണ്. ഇവരെ യൂട്ടിലൈസ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ചെയ്തു. ഓക്കെ, സോ കമ്മ്യൂണിസം വെയിറ്റ് ചെയ്യുന്നത് ഇവിടം വരെയാണ്. അതായത് ആദ്യം നിങ്ങളുടെ സൊസൈറ്റി എങ്ങനെ പോയാലും ഒരു മൊണാർക്ക് ഭരിക്കുന്ന സൊസൈറ്റി ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ആ മൊണാർക്കിനെ എക്സ്റ്റർമിനേറ്റ് ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ല, വർക്കേഴ്സ് അല്ല. വർക്കേഴ്സിന് അത് പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് അപ്പൊ ഇല്ല. വർക്കേഴ്സ് വെയിറ്റ് ചെയ്യണം. ഈ ക്യാപിറ്റലിസ്റ്റ് ബൂർഷ്വാസ് എന്ത് ചെയ്യും? മൊണാർക്കിനെ അവർ തകർത്തോളും. അതിനുശേഷം ഇൻഡസ്ട്രി വലുതാവുമ്പോൾ വർക്കേഴ്സ് ഭൂരിപക്ഷമാവും. ഓക്കെ, അതുവരെ ആക്ച്വലി കമ്മ്യൂണിസ്റ്റുകൾ വെയിറ്റ് ചെയ്യണം. അതാണ് മാർക്സ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് വർക്കേഴ്സ് വൺസ് മെജോറിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു വയലന്റ് റെവല്യൂഷനിലൂടെ കമ്മ്യൂണിസം കൊണ്ടുവരണം. കമ്മ്യൂണിസം കൊണ്ടുവന്നതിന് ശേഷം അപ്പൊ തന്നെ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരുപാട് ഇന്നിക്വാലിറ്റി ഉണ്ട്. ആ ഇന്നിക്വാലിറ്റീനെ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം ഉണ്ട്. അതാണ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്റേറിയറ്റ്. പ്രൊലറ്റേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ്, ബൂർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ഓണേഴ്സ്. ഓക്കെ, സോ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്റേറിയറ്റ് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള റിലീജിയൻ മുഴുവൻ എക്സ്റ്റർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിലീജിയൻ എക്സ്റ്റർമിനേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ സമ്പത്തുള്ള എന്താ പറയാ ഫ്യൂഡൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എവിടെയൊക്കെ എന്താ പറയാ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നുണ്ടോ അവരെയൊക്കെ വയലന്റ് റെവല്യൂഷനാണ് മാർക്സ് സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരെയും കൊല്ലണം. എന്നിട്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ക്ലാസ് ഉണ്ടാവില്ല, വർക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കമ്മ്യൂണിസം വരും. അതാണ് ഇവരുടെ തിയറി. ഒരു ജസ്റ്റ് ഒരു വളരെ ചെറിയൊരു ഓവർവ്യൂ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഈ സിഗ്നിഫിക്കൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളും കൂടി മുന്നേ അറിയണ്ടായിരുന്നില്ലല്ലോ നമുക്ക്. ഇങ്ങനെ ക്യാപിറ്റലിസ്റ്റിൽ ഇങ്ങനെ വലിയ പ്രശ്നമാകുമ്പോൾ ഈ ക്ലാസ് എന്താണ്, വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 1848-കളിലൊക്കെ അല്ലെങ്കിൽ 1800-കളിലെ വർക്കേഴ്സിന്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഈവൻ ഗാന്ധിയൊക്കെ ഇടപെടുന്ന സമയത്ത് നോക്കൂ, അഹമ്മദാബാദ് മില്ലിലെ സ്ട്രൈക്ക്, ആ സമയത്ത് പോലും വർക്കേഴ്സിന് ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല, വെൽഫെയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്സിന്റെ സമയത്ത് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഇത് വളരെ കറക്റ്റാണ്. ഒരു വൈൽഡ് റെവല്യൂഷൻ തന്നെ വേണം. പക്ഷെ നമ്മുടെ ഈ സമയത്ത് നോക്കൂ, ഏതൊരു കൺട്രി ആയാലും വളരെ സെക്യൂർ ആയിട്ടുള്ള ജോബ്സ്, അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിലാണ് പറയുന്നത്. അവര് ഈ കമ്മ്യൂണിസം വന്നപ്പോൾ ശരിക്കും പേടിച്ച് എന്ത് ചെയ്തു, ഇതൊക്കെ മാറ്റി വലിയ വലിയ നിയമങ്ങൾ കൊണ്ടുവന്നു, സ്ട്രിക്റ്റ് ലോസ് കൊണ്ടുവന്നു, ജോബ് സെക്യൂരിറ്റി, പബ്ലിക് എംപ്ലോയ്മെന്റ്, എല്ലാതും.
ഓക്കെ. ഇവൻ മാർക്സിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അഗ്രേറിയന്റെ എക്കണോമിന്ന് ഇൻഡസ്ട്രിയൽ എക്കണോമി ആവും, ഇൻഡസ്ട്രിയൽ എക്കണോമിന്ന് പിന്നീട് കമ്മ്യൂണിസത്തിലേക്ക് വരുന്നു. ആക്ച്വലി ഇന്ത്യയിൽ അല്ല, ലോകത്ത് നടന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളും അങ്ങനെയല്ല വന്നത് സത്യത്തിൽ. മാർക്സിന്റെ പ്രവചനം അനുസരിച്ച് ബ്രിട്ടൻ, അമേരിക്ക, ഓക്കെ, അവരാണ് ആക്ച്വലി വർക്കേഴ്സ് മെജോറിറ്റി ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത് 1850-കളിലൊക്കെ. ഇവർ രണ്ടാളും എന്തായി റൈപ്പ് ആയിട്ടുണ്ട് കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയാണ് റവല്യൂഷൻ നടക്കാന്നാണ് മാർക്സ് പ്രവചിച്ചത്. പക്ഷെ ആക്ച്വലി ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിട്ടുള്ള ഈവൻ അതുവരെ എന്താ പറയാ, ഇവർ ഭരിച്ചിരുന്ന മീൻസ് മൊണാർക്ക് ഭരിച്ചിരുന്ന റഷ്യയിലാണ് ആദ്യത്തെ റവല്യൂഷൻ വരുന്നത്. അതിനുശേഷം പിന്നീട് ചൈനയിലും ചൈനയിൽ ആക്ച്വലി പിന്നീട് അതിനു മുമ്പ് റവല്യൂഷൻ വന്നു. പക്ഷെ ആദ്യത്തെ റവല്യൂഷൻ മാർക്സ് പറഞ്ഞ ഈ ബ്രിട്ടനിലോ അമേരിക്കയിലോ അല്ല നടന്നത്. ആക്ച്വലി ഈവൻ ബ്രിട്ടനിലും ഫ്രാൻസിലും ഇവിടുന്ന് റവല്യൂഷൻ നടക്കാത്ത കാര്യം അവർക്ക് കമ്മ്യൂണിസം അറിയാത്തതുകൊണ്ടല്ല. ഈ ഗവൺമെന്റുകൾ പരമാവധി കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും എസൻസ് എടുത്തുകൊണ്ടാണ് അവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? PSC ജോലി കിട്ടിയില്ലെങ്കിൽ നേരെ അമേരിക്കയിൽ അറിഞ്ഞൂടാ, ഇപ്പൊ വലിയ വിസയുടെ ഇഷ്യൂ ആണ്. യൂറോപ്യൻ കൺട്രീസിലേക്കല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാരണം? നമ്മൾ വർക്ക് ചെയ്യാനാണ്. നമ്മൾ അവിടെ പോയിട്ട് ഏതെങ്കിലും കമ്പനി ഓണർ ആവണമല്ലോ പോകുന്നത്. വർക്ക് ചെയ്യാൻ അത്രയും എളുപ്പമുള്ള സ്ഥലമാണ് അവിടെ. അത്രയും ലൈഫ് വെൽഫെയർ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ സോഷ്യലിസ്റ്റ് പോളിസികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവൻ അവരൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെങ്കിൽ കൂടി പക്ഷെ നമ്മുടെ നരേഷനിലും റെട്ടറിക്കിലും അമേരിക്ക എന്താ പറയാ കുത്തക മുതലാളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി അവിടുത്തെ വെൽഫെയറിന്റെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പോളിസി അഡോപ്റ്റ് ചെയ്തതിന്റെ കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിന് ഒരു ക്രിറ്റിസിസം കൊടുക്കാൻ മാർക്സിസത്തിന് പറ്റി. ഓഫേഴ്സ് എ ഫ്രെയിംവർക്ക് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഞാൻ പറഞ്ഞ ഇത് സോഷ്യൽ ചേഞ്ച് ആണ്. എങ്ങനെയാണ് ഈ ഫ്രെയിംവർക്ക് ഉണ്ടാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മാർക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പ്രൊമോട്ട്സ് ഗ്ലോബൽ സോളിഡാരിറ്റി. മീൻസ് ഇവർക്ക് തൊഴിലാളി വർഗ എന്താ പറയാ, ഓക്കെ, ഒരു 18 പേജുള്ള ഒരു പാംപ്ലെറ്റ് ആംഗിൾസും മാർക്സും കൂടിയിട്ട് ഇറക്കിയിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഓക്കെ, അതിൽ അവസാനത്തെ ഒരു 2 വരികൾ ഇതാണ്: ലോക രാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കമ്മ്യൂണിസ്റ്റിലെ. മീൻസ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവസാനിക്കുന്നത് ഈ 2 വാക്കാണ്. ആ 18 പേജുള്ള പുസ്തകം വലിയ വിപ്ലവമാണ്, വലിയ എന്താ പറയാ കോളിളക്കം സൃഷ്ടിച്ച ഒരു പാംപ്ലെറ്റ് ആണ് ലോകത്തിലെ. അതിൽ പറയുന്നത് ലോകരാജ്യ തൊഴിലാളികളുടെ ഒരു ഏകത്വമാണ്, യൂണിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തിനെതിരെ? ഈ ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെയുള്ളത്. അപ്പൊ ഒരു ഗ്ലോബൽ സോളിഡാരിറ്റി കമ്മ്യൂണിസം എൻവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ക്രിറ്റിസിസം ഓഫ് കമ്മ്യൂണിസം. ഓക്കെ, ഇഗ്നോർ അതർ ക്ലാസസ്. ജസ്റ്റ് വർക്കേഴ്സ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഓണേഴ്സ്, അതിന്റെ ഇടയിലുള്ള ആൾക്കാർ എന്താണ്, ബാക്കി ഇപ്പോൾ റൈറ്റേഴ്സ് പോലെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ, ഈവൻ വെൽത്തി ഉള്ള ആൾക്കാർ തന്നെ, ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ, ഇവരൊക്കെ ഇഗ്നോർ ചെയ്ത ഒരു വളരെ ഡൈക്കോട്ടമി, അതായത് ബൂർഷ ആൻഡ് പ്രോലറ്റേറിയറ്റ്, ഇത് രണ്ടിലാണ് ഈ ലോകം മുഴുവൻ ചലിക്കുന്നത് എന്നുള്ള മാർക്സിന്റെ ഒരു ഐഡിയോളജി ആണ് അതൊരു ക്രിട്ടിക്കായിട്ട് ആൾക്കാർ പറയുന്നത്. പിന്നെ ഓവർ സിംപ്ലിഫൈയിങ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ജസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സ്, ഇതിന്റെ ഇടയിൽ തന്നെ വർക്കേഴ്സിന് കുറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ക്യാപിറ്റലിസ്റ്റിൽ തന്നെ അവർക്ക് തന്നെ നല്ല വെൽഫെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതിന്റെ ഇടയിലൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഒന്നും മാർക്സിന് അത് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഓവർ എംഫസൈസിങ് ഓൺ എക്കണോമിക്കൽ ഫാക്ടർ. നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡക്ഷന്റെ അനുസരിച്ചിട്ടാണ് ഒരു എക്കണോമി ഉണ്ടാവുന്നത്, പൊളിറ്റി ഉണ്ടാവുന്നത്, കൾച്ചർ ഉണ്ടാവുന്നത്, ഒക്കെ ഇതിൻ്റെയാണ്. ഇപ്പൊ നമ്മളിപ്പോഴും തമാശയല്ലേ, ബൂർഷ പത്രങ്ങൾ, മീൻസ് എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റിയും ഇവർ എക്കണോമിക്സിന്റെ മാത്രമായിട്ട് 2 ഇതിൽ കാണുകയാണ്. അപ്പൊ അതില് ചെറിയൊരു വിമർശനം മാർക്സിസത്തിനെതിരെ ഉണ്ട്. ഓക്കെ. റോൾ ഓഫ് സ്റ്റേറ്റ്, ഇഗ്നോർ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് അവസാനിച്ചില്ല എന്ന് തോന്നുന്നു. അതായത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യ വാഴ്ചയാണ്. ഈ
വർക്കേഴ്സിന്റെ. അതിനുശേഷം എല്ലാ ഇനിക്വാലിറ്റിയും അവസാനിച്ചു കഴിഞ്ഞാൽ, അതായത് റിലീജിയൻ, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് പിരിച്ചുവിടാണ് അവര്. മനസ്സിലായോ? ഗവൺമെന്റ് ഇല്ല. എല്ലാ ഇതും പ്രൈവറ്റ് ആയിട്ട് യാതൊരുവിധ ഓണർഷിപ്പും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇനിക്വാലിറ്റി ഉണ്ടാവില്ല. അന്യന്റെ ശബ്ദം ഒരു പാട്ട് പോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരും എന്നുള്ളതാണ് അതിന്റെ തിയറി. ഓക്കെ, ഗവൺമെന്റ് വേണ്ടെന്നാണ് പറയുന്നത്. അതും ഇതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ ഒരു വിമർശനമാണ്. അതേപോലെ തന്നെ ഓവർ എംഫസിസ് ഓഫ് റവല്യൂഷൻ വന്നേ പറ്റൂ. റവല്യൂഷനിലല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ് മാർക്സിന്റെ ഒരു തിയറി. അത് നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കുറേശ്ശായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറ്റാൻ, നല്ല ഒരു പബ്ലിക് ഓണർഷിപ്പിലേക്ക് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. എന്ത് ഒരു കാര്യം തുടങ്ങുമ്പോൾ പ്രൈവറ്റ് ഒഴിവാക്കി പബ്ലിക് ആക്കാനും വെൽഫെയർ മെഷർ ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ സോഷ്യലിസം വരുന്നതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതി. പക്ഷേ മാർക്സ് അവരെ മുഴുവൻ കളിയാക്കാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇത് കുട്ടപ്പൻ കമ്മ്യൂണിസം ആണ്. ഇത് കമ്മ്യൂണിസം വരണോ, റവല്യൂഷൻ ഫസ്റ്റ് വന്നേ പറ്റൂ. ഇതാണ് അത്തരത്തിലുള്ള പിടിവാശികളാണ് വേറൊരു വിമർശനം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻസ് കഴിയാണ്. തിങ്കളാഴ്ച മുതൽ നമ്മൾ നമ്മുടെ സിലബസിലുള്ള അമേരിക്കൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ 3 ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയുന്നു? ഇത് വേണ്ടിയിരുന്നോ നിങ്ങൾക്ക്? ആക്ച്വലി ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ? സർ, അത്യാവശ്യം എന്താ പറയാ, ഞാൻ സിവിൽ സർവീസ് ട്രൈ ചെയ്താണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റില്, ഐ മീൻ പ്രിലിംസില് ഈ വേൾഡ് ഹിസ്റ്ററി ഇല്ല, മെയിൻസിലാണ് വേൾഡ് ഹിസ്റ്ററി വരിക. അപ്പോ വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതെയാണ് LSDS മെയിൻസ് എഴുതാൻ പോയത്. അപ്പോ അത്യാവശ്യം നല്ല ക്ലാസ് ആണ് സാർ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചേക്കാളും സാറിന്റെ നോട്ട്സ് ഫാർ ബെറ്റർ ആണ്. ഓക്കെ, താങ്ക് യു സർ. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുണ്ട്. കാരണം അത് കൃത്യമായിട്ട് എനിക്ക് 100% ബോധ്യമുണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി മനസ്സിലാവും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ PSC ട്രൈ ചെയ്യുന്ന ആൾക്കാർ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് ഷോട്ട്, ഇത്രയും പഠിച്ച് ജോലി നേടിയെടുക്കുക എന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഇത് ഒരു അൺനെസസറി ആയിട്ട് ചിലപ്പോൾ തോന്നും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ അതിന്റെ ഒരു അഭിപ്രായം കൂടി ഉൾക്കൊണ്ട് വേണം എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ ജസ്റ്റ് റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ.